ഗുഡ് മോർണിംഗ് ഗൈസ്, ഡേ 2ലേക്ക് സ്വാഗതം. രാവിലെ 6:45 തന്നെ ഞാൻ എണ്ണീറ്റു. പുറത്തേക്ക് നോക്കി വിശാലമായ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. RS ബർത്ത് ആയതുകൊണ്ട് ഭീമാകാരന്മാരായി എനിക്കും ആൻസിന് ഒരുമിച്ച് കിടക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് മനസ്സോടെ എൻ്റെ ബർത്ത് മുഴുവനായിട്ട് ഇറങ്ങി. 2 പത്രപേപ്പറും തറയെ വരച്ച് അതിൻ്റെ മണ്ടയ്ക്കാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗതികെട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. പല യാത്രകളും ഭായിമാർ തറയിൽ പായും പത്രപേപ്പറും വരച്ച് കിടക്കുന്നുണ്ട്. എന്നാലും ആദ്യമായിട്ടായിരുന്നു എനിക്കങ്ങനെ. രാവിലെ തന്നെ റീലിന് ആവശ്യമുള്ള 2-3 ഫൂട്ടേജ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഐഫോണിൻ്റെ സൂം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൻസർ എടുത്ത വീഡിയോയിൽ അപ്പുറത്തെ ബോക്കിൽ കൈ ഒടിഞ്ഞൊരു ബായി പല്ല് കേൾക്കുന്നതിന് മോട്ടിവേറ്റ് ആയി ഞാനും എടുത്ത എൻ്റെ ബേസ്റ്റും പിടിച്ചു. ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു അപ്പുറത്തോട്ട്. ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. ബേസിൻ്റെ അകത്ത് ഫുള്ള് ചുമല കളറിൽ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന പോലെയാണ്. പാൻപരവാക്കി ചവച്ച് തുപ്പി ഭായിമാരെ കൊണ്ട് തോറ്റ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഫുള്ളങ്ങ് വൃത്തിയാക്കി അങ്ങ് വെച്ചു. വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് ട്രെയിൻ നമ്മളെ എത്തിച്ചു ഖുർദാർ, അതായത് നമ്മൾ ഒഡീഷ സംസ്ഥാനം കയറിയിരിക്കുകയാണ്. ഒഡിയ ഭാഷയിലാണ് മേലെ എഴുതിയിരിക്കുന്നത്. കുറച്ചേരം വണ്ടി ഖുർദാർ റോഡിൽ പിടിച്ചിട്ടുകൊണ്ട് ആൻസും പുറത്തിറങ്ങിയ ചായ കുടിച്ച് ഇങ്ങനെ ഫോണും വിളിച്ചിരിപ്പാണ്. തിരിച്ചു വന്നപ്പോൾ 120 രൂപ വില വരുന്നൊരു സോൻപാവടി മേടിച്ചുകൊണ്ട് ആൻസും നാട്ടിലിന് 80 രൂപ ഉള്ളതെന്നാണ് അവൻ പറയുന്നത്. ഇതാണ് ഇന്നത്തെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ടിക്കറ്റിൻ്റെ കാര്യം ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ ആളെയും ഏറ്റെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇപ്പോൾ അവസാനം എൻ്റെ കാലിൻ്റെ കീഴിലാണ് അവൻ്റെ കാലിരിക്കുന്നത്. അങ്ങനെ RAC ആയിട്ട് അടിച്ച് പോകേണ്ട ഗതികേടായി നമ്മുടെ. പിന്നെ എങ്ങനെയും അവിടെ നിന്ന് എത്തിപ്പെട്ടാൽ മതി, അതുകൊണ്ട് പിന്നെ സീനില്ല. എന്നാലും ഒരു വിഷമം, ആ ടിക്കറ്റിൻ്റെ പകുതി പൈസ തിരിച്ച് കിട്ടിയായിരുന്ന കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുമായിരുന്നു. ഫോണിൻ്റെ ഇയർപോഡ്സിനും ചാർജ് തീർന്ന സ്ഥിതിക്ക് അളിയൻ പയ്യെ പുസ്തക വായനയിലേക്ക് കടന്നു. ഈ ഒരു റിഫ്ലക്ഷൻ ഷോട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? അങ്ങനെ ഉച്ചയോടെ ഒഡീഷയിലെ തന്നെ മറ്റൊരു മേജർ സിറ്റിയായ ഭുവനേശ്വറിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. പല ടൈപ്പിലുള്ള പിച്ചക്കാരാണ് പിച്ച തണ്ടാൻ വേണ്ടി ട്രെയിനിലെ ബോഗിയിലേക്ക് കയറി വരുന്നത്. പക്ഷെ നട്ടുച്ചയായിട്ടും ഇതുവരെ ഒന്നും കഴിക്കാതെ നമ്മുടെ അടുത്ത് പിച്ച തേണ്ടുന്നത് എന്തൊരു കഷ്ടമാണെന്ന് പറ. അങ്ങനെ വിശന്ന് കൂറ കുത്തിയിരിക്കുമ്പോഴാണ് കിടിലൻ ഭംഗിയുള്ള ഈ ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് സമയം രാത്രി 7:45. രാത്രി എന്തോ ഡിന്നറും കഴിച്ച് നമ്മൾ കിടന്നു. ഗുഡ് ബൈ.